നമസ്കാരം. പ്രേക്ഷകർക്ക് ദേശിക ന്യൂസ് സൺഡേ മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇതിനകം അറിഞ്ഞിരിക്കും, വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ മകളാണ് വിസ്മയ മോഹൻലാൽ. അങ്ങനെ തന്നെയാണ് സർട്ടിഫിക്കേഷനിലും വിസ്മയ മോഹൻലാൽസ് തുടക്കം. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരിയുടെ യാതൊരു ലക്ഷണവും നമുക്ക് ഈ സിനിമയിലുടനീളം വിസ്മയ മോഹൻലാൽ എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വളരെ എക്സ്പീരിയൻസ് ആയ ഒരു യുവനടി പെർഫോം ചെയ്യുന്ന രീതിയിലാണ് വിസ്മയ മോഹൻലാൽ ഈ തുടക്കം എന്ന സിനിമയിലൂടെ കാഴ്ചവെക്കുന്നത്. അവർ ആ കഥാപാത്രവുമായി അത്രയധികം സിങ്ക് ആയതുകൊണ്ടാവാം പ്രേക്ഷകന് ഇത് അവരുടെ ഒരു ആദ്യ സിനിമയായി തോന്നുകയേയില്ല. പ്രേക്ഷകരുടെ ശ്രദ്ധ വളരെ കൃത്യമായ രീതിയിൽ ഏതൊക്കെ കാര്യങ്ങളിൽ പിടിച്ചെടുക്കാം എന്നറിയാവുന്ന ജൂഡ് ആൻ്റണി ജോസഫ് ആണ് ഈ സിനിമയുടെ സംവിധായകൻ. ഏതൊക്കെ ഘടകങ്ങളാണ് ഒരു സിനിമയെ പ്രേക്ഷകൻ നല്ലത് എന്ന് വിലയിരുത്തി തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? നല്ലൊരു കഥ, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല വിഷ്വൽസ്, നല്ല ആക്ഷൻ സീക്വൻസ്, നല്ല എഡിറ്റിംഗ്, പിന്നെ നല്ല നല്ല അഭിനയ മുഹൂർത്തങ്ങൾ. ഇതെല്ലാം ഒരു പ്രേക്ഷകനെ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം എന്ന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇവയെല്ലാം ചേർത്ത് വയ്ക്കുമ്പോഴാണ് നല്ല ഒരു സിനിമ തിയേറ്ററിൽ പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. തുടക്കം അങ്ങനെ എല്ലാം കൊണ്ടും അത് എല്ലാ അർത്ഥത്തിലും ഒരു നല്ല സിനിമ എന്ന രീതിയിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ തിയേറ്ററിൽ നേടുവാനും പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചു പറ്റുവാനും ഈ തുടക്കം എന്ന ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അതിലുപരി സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് കൂടി ഉണ്ടെങ്കിൽ ആ സിനിമ ഏകദേശം പൂർണ്ണ അർത്ഥത്തിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുന്നു. അതൊക്കെ തന്നെയാണ് തുടക്കം സിനിമയുടെ ഒരു പ്രത്യേകത. അഭിനയത്തിൽ എല്ലാവരും ആ കഥാപാത്രത്തോട് കൃത്യമായ രീതിയിൽ അനുരഞ്ജനപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതിലെടുത്തു പറയേണ്ടത് ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ് ജോ ആന്റണിയുടെ ഒരു പ്രത്യേക വേഷമുണ്ട്. അത് ശരിക്കും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അഭിനയത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വിസ്മയ മോഹൻലാലിൻ്റെ കൂട്ടുകാരിയെ എത്തുന്ന വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു കൊച്ചുകുട്ടിയും മെസ്സി എന്ന ഒരു നായക്കുട്ടിയും വളരെ മനോഹരമായി തന്നെ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ക്രെഡിറ്റ് ടൈറ്റിൽസ് കൃത്യമായി കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും പേരുകൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഒട്ടനവധി ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ വളരെ നല്ല രീതിയിൽ ഈ സിനിമയ്ക്ക് വേണ്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഘടകം മോഹൻലാൽ തന്നെയാണ്, നമ്മുടെ ലാലേട്ടൻ. ലാലേട്ടൻ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ട പോലെ തന്നെ വിസ്മയ മോഹൻലാലിന് ഒരു സപ്പോർട്ട് പോലെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ആ സപ്പോർട്ട് ഇല്ലാതെ തന്നെ സ്വന്തമായി നിൽക്കാൻ പറ്റും എന്ന് വിസ്മയ മോഹൻലാൽ ഈ സിനിമയിലൂടെ തെളിയിക്കുന്നുണ്ട്. യെസ്, ഷീ ക്യാൻ. ലാലേട്ടൻ്റെ പെർഫോമൻസ് അല്പം ഓവറായോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഓവർ എന്നാൽ കൂടുതലായോ എന്ന്, അല്പം കൂടിപ്പോയോ എന്ന്, അല്ലെങ്കിൽ അദ്ദേഹം നമുക്കറിയാം, നമുക്കിഷ്ടപ്പെട്ട ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട ചില ചേരുവകൾ നമ്മൾ എത്ര ചേർത്താലും മതി വരാറില്ല. ആദ്യം അല്പം ഇടും, വീണ്ടും വീണ്ടും ചേർത്താലും നമുക്ക് മതി വരാത്ത വിധം ചിലപ്പോൾ അതിൽ ചേർക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഒരു ലാലേട്ടൻ ഫാനായ ജൂഡ് ആൻ്റണി ജോസഫ് ഈ സിനിമയിൽ ലാലേട്ടനെ ഉപയോഗിച്ചിരിക്കുന്നു. എത്തേണ്ട കറക്റ്റ് സമയത്ത് തന്നെ സിനിമാ സ്ക്രീനിൽ ലാലേട്ടൻ്റെ പ്രസൻസ് തുടക്കത്തിൽ കൃത്യമായി ദൃശ്യമാണ്. വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിലും പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞു തന്നെ ഈ സിനിമയിലൂടെ ലാലേട്ടനെ കാണാം. അപ്പോൾ ഇനി വൈകണ്ട, കുടുംബസമേതം തുടക്കമെന്ന സിനിമയ്ക്കായി തിയേറ്ററിലേക്ക് പോകാം. ആൺകുട്ടികളും ഈ സിനിമ പ്രത്യേകം കാണണം. കാരണം പെൺകുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ചില സൂചനകൾ ഈ സിനിമ നൽകുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.